ഹലോ. ഇന്ന് രാവിലെ തന്നെ എനിക്ക് ചന്തയിൽ പോകേണ്ട ഒരാവശ്യമുണ്ടായിരുന്നു. അന്ന് ആവശ്യം എന്ന് വെച്ചാൽ ബീഫ് മേടിക്കണമായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഒരു 10 മണിയൊക്കെ ആയപ്പോൾ തന്നെ ചന്തയിൽ പോയിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകാൻ അടിപൊളി പാട്ടൊക്കെ ആയിരുന്നു ബസ്സിനകത്ത്. പാട്ടൊക്കെ ആസ്വദിച്ച് വീട്ടിലോട്ട് ഇങ്ങനെ തിരിച്ചു പോകുന്ന വഴിക്ക് വീട്ടിലെത്തിയപ്പം ദാണ്ട പിന്നെയും ചക്ക തീരുന്നവരെ ഇവിടെ ചക്കയായിരിക്കും. ചക്ക 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 ചക്ക. അപ്പോഴത്തേക്കിന് അടുപ്പിൽ ചക്കയെല്ലാം വെച്ചു. അരപ്പൊക്കെ പുരട്ടി അമ്മ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ചക്ക വെന്തപ്പം ഇളക്കി ആ തുടുപ്പില്ലേ, ഇളക്കുന്ന സാധനം എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏറ്റവും അവസാനം ഇങ്ങനെ തോണ്ടി കഴിക്കാൻ. ഏറ്റവും അവസാനം ബീഫിന് വേണ്ട പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില എല്ലാം ഞാൻ എടുത്തു വെച്ചു. അതെടുത്ത് ഞാൻ വഴറ്റി. ഞാനാണ് ഇപ്പം ഇന്നിവിടെ ബീഫ് വെച്ചത്. ഞങ്ങളിവിടെ ഉള്ളിയൊക്കെ വഴറ്റി മസാലയിട്ട് വഴറ്റിയതിന് ശേഷം ബീഫ് ഇട്ട് കൊടുത്ത് അതും ഇട്ട് വഴറ്റി വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുകയാണ് ഇവിടുത്തെ ബീഫ് കറി എന്ന് പറഞ്ഞത്. ഓരോ നാട്ടിലും രീതിയാണ്. ഞങ്ങൾ പക്ഷേ ഇങ്ങനെയാണ് വെക്കുന്നത്. പിന്നെ അതിനാവശ്യമായ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. പിന്നെ നെത്തോലി മേടിച്ചിട്ടുണ്ടായിരുന്നു. നെത്തോലി പിന്നെ ഇത് നമ്മൾ പീര വെച്ചിട്ടുണ്ട്. അച്ചാച്ചന് വേണ്ടിയാണ് വെച്ചത്. ഇവിടെ അച്ചാച്ചന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ബീഫൊക്കെ ഇങ്ങനെ തിളച്ച് വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.